ബാലൻസ് ഷീറ്റ് ഒരു കമ്പനിയുടെ നിശ്ചിത സമയത്തെ സ്വത്തുക്കളും ബാധ്യതകളും ഉടമസ്ഥതയും കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ രേഖ. ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ഇഫക്റ്റീവായി വായിച്ചെടുക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്ത എങ്ങനെ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നമുക്ക് ഇഫക്റ്റീവായി വായിച്ചെടുക്കാം എന്നുള്ള ഈ വീഡിയോയുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ആരെങ്കിലും ആ വീഡിയോ കാണുവാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് അശ്വിൻ അലോറ, ഞാനൊരു ഫൈനാൻസ് സ്റ്റുഡൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് JK പേപ്പറിൻ്റെ 2016-17 വർഷത്തിലെ ബാലൻസ് ഷീറ്റാണ്. നമ്മളിപ്പോൾ ഉള്ളത് JK പേപ്പറിൻ്റെ 2016-17 വർഷത്തിലെ ആനുവൽ റിപ്പോർട്ടിലാണ്. 3 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ് അവർ ഈ ആനുവൽ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ ബിഗിനേഴ്സും അറിയേണ്ട ഒരു അടിസ്ഥാന സമവാക്യം ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബാധ്യതകളുടെയും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെയും ടോട്ടലായിരിക്കും. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഒരു കമ്പനി അവരുടെ സ്വത്തുക്കൾ വാങ്ങിക്കേണ്ടത് ഒന്നുകിൽ കടമെടുത്തുകൊണ്ടാണ്, അതായത് ഈ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അതല്ല എങ്കിൽ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്, അതാണ് നമ്മൾ ഈ പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി എന്നുള്ളത്. എപ്പോഴും ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തുല്യമായിരിക്കണം. ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമുക്ക് വലിയ രീതിയിലുള്ള അനാലിസിസ് ഒന്നും സാധാരണ രീതിയിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒരു 2-3 വർഷത്തെയെങ്കിലും ബാലൻസ് ഷീറ്റുകൾ നമ്മൾ താരതമ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്താൽ നമുക്ക് റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ബാലൻസ് ഷീറ്റിൽ ഏറ്റവും നല്ല ഒരു അനാലിസിസ് എന്ന് പല എക്സ്പേർട്ടുകളും പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യം, കമ്പനികൾ ബാലൻസ് ഷീറ്റ് നിർമ്മിക്കുന്നത് ഫ്ലോ ബേസിലാണ്. അതായത് ആ കമ്പനി തുടങ്ങിയ സമയം തൊട്ടിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും ഗ്രോത്തും അസറ്റ്സിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ സാധ്യമാവുന്നതാണ്, കണ്ടുപിടിക്കാൻ സാധ്യമാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ ബാലൻസ് ഷീറ്റിന് തന്നെ മുകളിലത്തെ ആ വേർഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എ സെറ്റ് അല്ലെങ്കിൽ എ സോൺ എന്നും കൊടുക്കാറുണ്ട്. March 31, 2017 ആ പെർട്ടിക്കുലർ പീരീഡ് വരെയുള്ള കമ്പനികളുടെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ ഒരു ഇതാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുക. അതേസമയം നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നിർമ്മിക്കുന്നത് ഒരു നിശ്ചിത ഫൈനാൻഷ്യൽ ഇയറിൻ്റെ മാത്രം ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നും നമ്മൾ ഫൈനാൻസിൻ്റെ ഭാഷയിൽ വിളിക്കാറുണ്ട്. നമുക്ക് JK പേപ്പറിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ അസറ്റ്സ് ആണ് എല്ലാ കമ്പനികളും കാണിക്കാറുള്ളത്. അപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്നാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതും ഭാവിയിൽ കമ്പനിക്ക് മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ വസ്തുക്കളൊക്കെ ആണ് നമ്മൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ ബിൽഡിങ്സ്, അതുപോലെ മെഷീനറി, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഡെഫിനിഷനിൽ എന്താണ് ഈ കാണാൻ കഴിയാത്ത സ്വത്തുക്കൾ അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതെ, ഗുഡ്വിൽ പോലെയുള്ള, അതായത് ഒരു കമ്പനിക്ക് ആൾക്കാരുടെ ഇടയിലുള്ള നല്ല പേര്, ഇപ്പം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും വി-ഗാർഡ് എന്നുള്ളൊരു കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മതിപ്പാണ്. അപ്പോൾ അതും അങ്ങനെയുള്ളൊരു നല്ല പേരും ഗുഡ്വില്ലൊക്കെ കമ്പനിക്ക് അസറ്റ്സ് ആണ്, അത് കാണാൻ കഴിയില്ല എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്വിൽ പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാറ്റഗറി അസറ്റ്സിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമ്മൾ കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ കമ്പനികൾ കാണിക്കാറുള്ളത്. നമുക്ക് JK പേപ്പറിലേക്ക് തിരിച്ചു വരാം. 2 തരത്തിലാണ് കമ്പനികൾ സാധാരണ രീതിയിൽ അസറ്റ്സ് കാണിക്കാറുള്ളത്. ഒന്ന് നോൺ കറൻറ്റ് അസറ്റ്സും അതുപോലെ തന്നെ കറൻറ്റ് അസറ്റ്സും. ആദ്യത്തിൽ നമുക്ക് വരാം നോൺ കറൻറ്റ് അസറ്റ്സ്. എന്താണ് ഈ നോൺ കറൻറ്റ് അസറ്റ്സ്? ഒരു വർഷമോ, അതായത് 365 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു സ്വത്ത് കൊണ്ട് കമ്പനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനാവുമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾക്ക് ഈ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് ഫൈനാൻസിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം തന്നെ ഇവർ കൊടുത്തിരിക്കുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് ആണ് സാധാരണ രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഫിക്സഡ് അസറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ തൊട്ട് നോക്കാനും ഒക്കെ പറ്റുന്ന കാറ്റഗറി ഓഫ് അസറ്റ്സ് ആണ് ഈ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ അറിയാം, ഇപ്പം 2015 തൊട്ടിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ വാല്യൂസിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം 2015 നോക്കുകയാണെങ്കിൽ
2760. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ ഫിഗേഴ്സും ഇൻ ക്രോറാണ്, അത് 10 മില്യണിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ അത് 2760.83 എന്ന് മാത്രമേ പറയുന്നുള്ളൂ, രൂപ എന്ന് മാത്രമേ പറയുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം കോടിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2015 2760 ഉണ്ടായിരുന്ന ഈ പ്രോപ്പർട്ടിയുടെയും പ്ലാന്റിൻ്റെയും ഒക്കെ വാല്യൂ 2017 മാർച്ച് ആകുമ്പോഴത്തേക്കും 2634 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ അസറ്റ്സിൻ്റെ ഒക്കെ വാല്യൂ ഇങ്ങനെ കുറയുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അറിയേണ്ട കുറച്ച് ഫൈനാൻഷ്യൽ ടേംസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം എന്നുള്ളത്. ഒരു കമ്പനി ഒരു അസറ്റ്സ് വാങ്ങുമ്പോൾ അതിന് ഫൈനാൻസിൻ്റെ ഭാഷയിൽ പറയുന്ന പേരാണ് ഗ്രോസ് ബ്ലോക്ക് എന്നുള്ളത്. നമുക്കറിയാം, കമ്പനികൾ പിന്നീട് ഈ അസറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറിക്കൊക്കെ തേയ്മാനം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വീണ്ടും മെഷീനറിയൊക്കെ വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഇപ്പം കമ്പനീസ് വാങ്ങുന്ന അസറ്റ്സിൻ്റെ മൂല്യം ഓരോ വർഷവും ഈ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഓരോ വർഷവും ഇത് കുറച്ച് വരുന്നതിനെയാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് ഫൈനാൻസിൻ്റെ ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ ഓരോ അസറ്റ്സിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഗ്രോസ് ബ്ലോക്കിൽ നിന്നും, ഇപ്പോൾ ആ കമ്പനി എന്തെങ്കിലും ആ ഒരു വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ മെഷീനറി കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രോസ് ബ്ലോക്കിൽ നിന്നും ഈ അഡീഷണൽ പർച്ചേസസ് ഉണ്ടെങ്കിലും അതും ആഡ് ചെയ്തിട്ട് ബാക്കി ഡിപ്രീസിയേഷനും കൂടി കുറക്കും. ഈ തേയ്മാനം കുറച്ചിട്ടുള്ള ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഗ്രോസ് ബ്ലോക്കാണ് ഒരു അസറ്റ്സ് വാങ്ങിക്കുമ്പോൾ കമ്പനി അതിന് പറയുന്ന പേര്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യും, എന്തെങ്കിലും ആ വർഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആ കൂട്ടി അതിൽ നിന്നും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ തേയ്മാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറക്കും. ആ വാല്യൂ ആണ് 31 മാർച്ചിന് കമ്പനികൾ നെറ്റ് ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് വാല്യൂ ആയിട്ട് അസറ്റ്സിൻ്റെ ഇതിൽ കാണിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാകും, ഇത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞതെന്നൊക്കെ. അതിനാണ് ഞാൻ കഴിഞ്ഞ ആനുവൽ റിപ്പോർട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് എപ്പോഴും ഈ നോട്ട്സിലാണ് കാണാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ട് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോട്ട് 2 കാണാൻ സാധിക്കും, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഇവിടെ 2016 അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് താഴെ 2017 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ബിൽഡിങ്ങിലേക്ക് വരാം. ബിൽഡിംഗ് ഏപ്രിൽ 1, 2016 272.57 രൂപയായിരുന്നു. അതാണ് ആ സമയത്തെ ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതിൽ ആ വർഷം 2016 നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതായത് അഡീഷണൽ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ 11.08 രൂപയുടെ അഡീഷണൽ ബിൽഡിങ് നമ്മുടെ JK പേപ്പർ ആ ഒരു പെർട്ടിക്കുലർ വർഷം വാങ്ങി. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ചെറിയൊരു രീതിയിലുള്ള 0.04 രൂപയുടെ ബിൽഡിങ്സ് കമ്പനി ആ വർഷം സെയിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മാർച്ച് 2017 മാർച്ച് 31 നോക്കുമ്പോൾ ബിൽഡിങ്സ് 283.61 രൂപയാണ്. ആ വർഷം ഇനീഷ്യലുള്ള വാല്യൂവിൽ നിന്നും പർച്ചേസസ് കൂട്ടുക, മൈനസ് ഈ എന്തെങ്കിലും സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 31 മാർച്ചിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതിനാണ് ഗ്രോസ് ക്യാരിങ് വാല്യൂ എന്ന്. ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ്റെ പാർട്ടിലേക്ക് വരാം. ആ വർഷത്തെ 2016 മാർച്ച് 31 കമ്പനി ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 9.89 രൂപയാണ്. ആ പെർട്ടിക്കുലർ 2017 ഡിപ്രീസിയേഷൻ 10.26 രൂപയാണ്. പിന്നെ ആ വർഷത്തിലുള്ള സെയിൽസിൻ്റെ മുകളിലൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏകദേശം 0.04 കമ്പനി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ടോട്ടൽ നോക്കിയാൽ ആ വർഷം 20.11 രൂപയാണ് ആ ഡിപ്രീസിയേഷനായിട്ട് കമ്പനി ചാർജ് ചെയ്യേണ്ടത് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ. അപ്പോൾ 272.57 ഈ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ 283.61 നിന്നും നമ്മളുടെ ഈ ഡിപ്രീസിയേഷൻ 20.11 കുറച്ചിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 263.50. ഇങ്ങനെ എല്ലാ അസറ്റ്സിൻ്റെ മുകളിലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്
നടത്തേണ്ട ആവശ്യമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അങ്ങനെ നമ്മൾക്ക് 2017 മാർച്ച് 31 ഈ ഒരു വാല്യൂ 2634.29 എന്നുള്ള വാല്യൂവിൽ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നടത്തിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുള്ള 2634.29 രൂപയാണ് ഇവിടെ കമ്പനി ബാലൻസ് ഷീറ്റിൽ 31 മാർച്ച് 2017 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുമ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് കമ്പനിയുടെ അസറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസറ്റ്സ് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണോ? അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? കൂടുതൽ അസറ്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഗ്രോത്തിന് ആനുപാതികമായിട്ടാണോ അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷനും ഒക്കെ ജസ്റ്റിഫയബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ ബാക്കിയുള്ള ഐറ്റംസും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നോട്ട്സിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ അസറ്റ്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫൈനാൻഷ്യൽ ഐറ്റമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്പനികൾ സാധാരണ രീതിയിൽ ദീർഘകാല വീക്ഷണത്തോട് കൂടിയിട്ട് നടത്തുന്ന നിക്ഷേപങ്ങളാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഫൈനാൻഷ്യൽ അസറ്റ്സിൽ. ഇതിൽ കമ്പനികൾ ചിലപ്പം മറ്റുള്ള ഈ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ മൈനോറിറ്റി സ്റ്റേക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും സാധാരണ രീതിയിൽ ലോങ് ടേമിലേക്ക് നടത്തുകയാണ് എങ്കിൽ അതൊക്കെ ഈ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ, ഈ നോൺ കറൻറ്റ് അസറ്റ്സിൽ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള ഹെഡിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മളുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത്, അതിലിപ്പോൾ എന്തെങ്കിലും റിസ്ക്കുകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നോട്ടിൽ ഇതിന് ആനുപാതികമായി കൊടുത്തിരിക്കുന്ന നോട്ട് 4, 5, 6 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇതിന് താഴെ ലോൺസ് എന്നുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് വെച്ചാൽ ലോങ് ടേമിലേക്ക് നമ്മളുടെ കമ്പനി കൊടുത്ത ലോണുകളും അഡ്വാൻസസ് ഒക്കെയാണ് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുക. അതിപ്പോൾ വേണമെങ്കിൽ മറ്റ് ഉള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കൊടുത്ത ലോണുകളായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുത്ത ലോണ് ആയിരിക്കാം, സപ്ലൈസിന് കൊടുക്കുന്ന അഡ്വാൻസസ് ആയിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോങ് ടേമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഹെഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ എപ്പോഴും നിങ്ങൾ നോട്ട്സിൽ പോവുക. ഇനി ഇതിന് താഴെ കറൻറ്റ് അസറ്റ്സ് എന്നുള്ള ഹെഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ലളിതമായ ഭാഷയിൽ എളുപ്പത്തിലേക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് അല്ലെങ്കിൽ ക്യാഷിലേക്ക് മാറ്റാൻ കഴിയുന്നതും എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ കമ്പനി ഉപയോഗപ്പെടുത്തുന്നതുമായ സ്വത്തുക്കളെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ്സ് എന്ന ഫൈനാൻസിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത്. കമ്പനികൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഓരോ ദിവസം ചെലവുകൾക്കായിട്ട് കണ്ടെത്തുന്നതുമൊക്കെ ഈ കറൻറ്റ് അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ഇപ്പം ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന പോക്കറ്റ് മണി പോലെയാണ്, നമ്മൾ അവരുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു ഫണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കറൻറ്റ് അസറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആദ്യത്തെ ഐറ്റം ഇൻവെൻട്രീസ് ആണ്. അപ്പം കമ്പനി ഉണ്ടാക്കിയ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർക്ക് കമ്പനിക്കുള്ള റോ മെറ്റീരിയൽസ്, ഇപ്പം JK പേപ്പറിനാണെങ്കിൽ പേപ്പറിൻ്റെ പൾപ്പ് അല്ലെങ്കിൽ മരത്തിൻ്റെ ഇതൊക്കെ റോ മെറ്റീരിയലാണ്. അപ്പം അതുപോലെ തന്നെ പകുതി പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ഈ ഇൻവെൻട്രിയുടെ ഹെഡിലാണ് സാധാരണ രീതിയിൽ കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്സിൽ പോയാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കമ്പനിക്ക് ഇൻവെൻട്രി ഇപ്പോൾ ഉള്ളത് എന്ന് അറിയണമെങ്കിൽ നോട്ട്സിൽ തീർച്ചയായിട്ടും പോകാവുന്നതാണ്. ഇതിന് താഴെ ഫൈനാൻഷ്യൽ അസറ്റ്സ്, കറൻറ്റ് അസറ്റ്സ് തന്നെ ഫൈനാൻഷ്യൽ അസറ്റ്സ് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സെയിം ആണ്, പക്ഷേങ്കിൽ ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ലോണുകളും ഒക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ബാലൻസ് ഷീറ്റിലെ ഏറ്റവും ലിക്വിഡായിട്ടുള്ള ഒരു ഐറ്റമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. എന്തെങ്കിലും എമർജൻസി വന്നാൽ പെട്ടെന്ന് തന്നെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ കമ്പനി കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ ഒരുപാട് പ്രാതിനിധ്യം ഉള്ള ഒരു ഫിഗർ ആയിരിക്കും. എപ്പോഴും എല്ലാ കമ്പനികളും തീർച്ചയായിട്ടും ഒരു നിശ്ചിത രീതിയിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് സൂക്ഷിക്കുന്നതാണ് എല്ലാ എമർജൻസി സിറ്റുവേഷനെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ട്സിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ അസറ്റ്സ്, ഇവിടെയുള്ള ടോട്ടൽ അസറ്റ്സ് 3593.86 രൂപയാണ്. ഇത് എന്ന് പറയുന്നത് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെയും കറൻറ്റ് അസറ്റ്സിൻ്റെയും ടോട്ടൽ ഫിഗറാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക്
കമ്പനിയുടെ ലയബിലിറ്റി സൈഡിലേക്ക് പോവാം. ലയബിലിറ്റി സൈഡിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലയബിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കമ്പനി ആ കമ്പനിക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ മൂല്യം നേടുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കടങ്ങളെയാണ് ലയബിലിറ്റീസ് എന്ന് ലളിതമായ ഭാഷയിൽ പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, കറൻറ്റ്, അതുപോലെ തന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസൊക്കെ ഈ ഒരു ഹെഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ തുടക്കക്കാർക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതയുടെ ഒരു സൈഡിൽ കാണിക്കുന്നത് എന്നുള്ളത്. കാരണം നമുക്കറിയാം, എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമല്ലേ, ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഓണേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ കമ്പനിയുടെ മുതലാളിമാരാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ലയബിലിറ്റി ആയിട്ട് കാണുന്നത് എന്നുള്ളത് വലിയൊരു സംശയമാണ് പല ആൾക്കാർക്കും. പക്ഷേ അങ്ങനെയുള്ളവർ അറിയേണ്ട ആദ്യത്തെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ട്രാൻസാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ബിസിനസ് മസ്റ്റ് ബി സെപ്പറേറ്റ്ലി റെക്കോർഡഡ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് ഓണേഴ്സ് ഓർ അതർ ബിസിനസ്സസ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കണക്കുകൾ ആ കമ്പനിയുടെ ഉടമസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളിൽ നിന്നും വേറിട്ട് കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കമ്പനി വേറെ, ഉടമസ്ഥർ വേറെ. അതാണ് നമ്മളെപ്പോഴും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഓർമ്മിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ആദ്യത്തെ ഐറ്റം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അത് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കമ്പനികൾ സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ളൊരു ഏരിയയാണിത്. തീർച്ചയായിട്ടും നമ്മൾ അറിയണം എങ്ങനെയൊക്കെയാണ് ഇവർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, എത്രമാത്രം, എങ്ങനെയാണ് ഫേസ് വാല്യൂ, അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, 2015 156.62, അത് വീണ്ടും കൂടി 148.53, 155.96. തീർച്ചയായിട്ടും നമുക്കറിയാം, കമ്പനി തീർച്ചയായിട്ടും അഡീഷണൽ ഷെയർസ് ഈ കാലയളവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വർധനവ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നമുക്ക് നോട്ട് 17ലേക്ക് പോവാം. ഇവിടെ നോട്ട് 17ൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 2015-16 20 കോടി രൂപ അല്ലെങ്കിൽ 200 രൂപയായിരുന്നു ഓതറൈസ്ഡ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അത് പിന്നീട് 2017 മാർച്ച് 31 ആകുമ്പോഴേക്കും കമ്പനി ഏകദേശം 30 കോടി രൂപയായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോക്കിയാലും നിങ്ങൾക്കറിയാം, 15,59,58,865 രൂപയാണ് കമ്പനി ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ഫൈനാൻസിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു JK പേപ്പർ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് നോട്ട്സിൽ ആഡ് ഷെയർസ് ഇഷ്യൂഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 74,28,240 രൂപയോളം ഉള്ള വാല്യൂവിൻ്റെ അഡീഷണൽ ഷെയർസും നമ്മുടെ കമ്പനി ആ ഒരു ടൈം പീരീഡിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഈ നോട്ട്സിൽ നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ എല്ലാ ഇതും കൂട്ടി നമ്മൾ നോക്കുമ്പോൾ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നടത്തിയ വാല്യൂ ആണ് നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഫേസ് വാല്യൂ. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ 10 രൂപയാണ് നമ്മൾ JK പേപ്പറിൻ്റെ ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അത് എനിക്കൊന്ന് ഇതിന് മുന്നേ 100 രൂപയൊക്കെ ആയിരുന്നു. അത് പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം, സ്പ്ലിറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സാധാരണ രീതിയിൽ കമ്പനികളുടെ അല്ലെങ്കിൽ കമ്പനികൾ എത്ര ഇക്വിറ്റി അല്ലെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഫേസ് വാല്യൂ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, കമ്പനികൾക്ക് കൂടുതൽ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുന്നതാണോ നല്ലത്, അതല്ല നേരെ മറിച്ചാണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ പല എക്സ്പെർട്ടുകളും പറയുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഈ ഹൈലി റിസ്കി ആയിട്ടുള്ള കമ്പനികൾ, ഉദാഹരണം ഇപ്പം ബാങ്കിങ് സെക്ടറൊക്കെ കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഹൈ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഹൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ടാവുന്നതാണ് നല്ലതെന്നാണ് പല എക്സ്പെർട്ടുകളും പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ബിസിനസ്സുകളാണ് എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി കുറഞ്ഞ കമ്പനികളാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈ ഇക്വിറ്റി അഡീഷണൽ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് അതർ ഇക്വിറ്റി എന്നുള്ള ഐറ്റത്തിലേക്ക് വരാം. പല ആൾക്കാർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ അതർ ഇക്വിറ്റി എന്നുള്ളത്.
ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആനുവൽ റിപ്പോർട്ടിന് തന്നെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് അവിടെ പോകാം. എന്താണ് ഈ അതർ ഇക്വിറ്റി എന്നുള്ള ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ കമ്പനികളുടെ റിസർവ് അതുപോലെ തന്നെ സർപ്ലസും ഒക്കെ ഈ ഒരു ഹെഡിൽ കാണിക്കാറുള്ളതാണ്. അപ്പോൾ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചർ എക്സ്പാൻഷനും അതുപോലെ തന്നെ വളർച്ചയ്ക്കുമൊക്കെ കമ്പനികൾ മാറ്റിവെക്കുന്ന ഫണ്ടുകളെയാണ് റിസർവുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ രൂപത്തിലൊക്കെ കമ്പനികൾ സാധാരണ രീതിയിൽ കാണിക്കുന്നതാണ്. റിട്ടേൺഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ റിസർവ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഹെഡ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളത്. സർപ്ലസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കമ്പനികളുടെ എല്ലാ പ്രോഫിറ്റുകളും എന്താ പറയുക റിസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സർപ്ലസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ നിന്ന് കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഫണ്ടുകൾ വകമാറ്റാം. സാധാരണ രീതിയിൽ അതിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനികൾ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് കോർപ്പറേറ്റ് ഡിവിഡൻഡ്, അത് കൊടുക്കുമ്പോഴുള്ള ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹെഡിൽ കാണുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ FCCB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് സാധാരണ രീതിയിൽ ഈ അതർ ഇക്വിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. വളരെ സൂക്ഷ്മതയോടു കൂടി ഈ ഒരു സെക്ഷൻ നമ്മൾ വായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും പല എക്സ്പെർട്ടുകളും സൂചിപ്പിക്കുന്നത് കമ്പനികൾ വിൻഡോ ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, നല്ല റിസൾട്ട്സ് സൂചിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ മിസ്യൂസ് ചെയ്യാറുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ FCCB എന്നുള്ള ഐറ്റം എന്ന് വെച്ചാൽ ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് ആണ്. അപ്പോൾ ഒരു കമ്പനി ഈ ഫോറിൻ മണി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഈ FCCBs, ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കുമുള്ള സംശയമാണ് എന്തിനാണ് കമ്പനികൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം കമ്പനികൾക്ക് ഉള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാനുകൾക്കൊക്കെ ഫണ്ടുകൾ കണ്ടെത്തേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ FCCBs ഇഷ്യൂ ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് പിന്നീട് ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇക്വിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇത് കാണിക്കാറുള്ളത് കമ്പനികൾ. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ കമ്പനിക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നതാണ്. കാരണം ഈ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു എന്താ പറയുക ഈ ബോണ്ട്സിനെ, ഈ FCCBയെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ കമ്പനികളെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ബോണ്ടുകൾ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ രീതിയിലുള്ള ഒരു എമൗണ്ട്, വളരെ വലിയ പലിശക്കൊക്കെ കടമെടുത്തിട്ട് ഒക്കെ അത് റെഡീം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പനികൾ സാധാരണ രീതിയിൽ FCCBs ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ഇഷ്യൂ കമ്പനിയുടെ വളർച്ചയുമായിട്ട് നമുക്ക് ജസ്റ്റിഫയബിൾ ആണോ എന്നുള്ളൊരു കാര്യം നോക്കണം. മാത്രമല്ല കമ്പനി ആ ഇഷ്യൂ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള വളർച്ച കൈവരിക്കുന്നുണ്ടോ എന്നുള്ളതും. മാത്രമല്ല സാധാരണ രീതിയിൽ നമ്മളുടെ രൂപയുടെ മൂല്യം തകരുകയാണ് എങ്കിലും ഇത് വലിയൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ കമ്പനികൾക്ക് ഉണ്ടാക്കുന്നതാണ്. കാരണം അങ്ങനെ രൂപയുടെ മൂല്യം തകരുകയാണെങ്കിൽ ഇങ്ങനെ റേസ് ചെയ്ത FCCB ബോണ്ട്സ് വളരെ എക്സ്പെൻസീവായി കമ്പനിക്ക് മാറുകയും തിരിച്ചടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പെന്നി സ്റ്റോക്ക് പോലെയുള്ള അല്ലെങ്കിൽ പെന്നി കമ്പനികളൊക്കെയാണ് ഇങ്ങനെയുള്ള FCCB റിസർവ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബോണ്ട്സൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് അങ്ങനെയുള്ള കമ്പനികളെ എത്തിക്കാൻ ഉള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾക്ക് റിസർവുകളും FCCB റിസർവുകളും ഡിവിഡൻറ്റിൻ്റെ ഇതും കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സിൻ്റെ ഇൻഫർമേഷനൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ കാണുവാൻ സാധിക്കുക. ലയബിലിറ്റി സൈഡിലുള്ള നോൺ കറൻറ്റ് ലയബിലിറ്റീസിലേക്ക് വരാം. എന്താണ് ഈ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്? ലോങ് ടേം കമ്പനിയുടെ ഒരു ലോങ് ടേം ഒബ്ലിഗേഷൻസ് ആണ്. അതായത് 12 മാസമോ അതിൽ കൂടുതലോ സമയമെടുത്ത് കമ്പനിക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന കടങ്ങളാണ് സാധാരണ രീതിയിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആയിട്ട് കാണാറുള്ളത്. പലപ്പോഴും നമുക്കറിയാം ഈ ബോറോയിങ്സും കടങ്ങളും ഒക്കെ, ലോങ് ടേം ബോറോയിങ്സും അതുപോലെ തന്നെ അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസും ഒക്കെ നമുക്ക് ഈ ഒരു ഹെഡിൽ കാണുവാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ആൾക്കാർ പറയുന്നതാണ് കടം ഇല്ലാത്ത അല്ലെങ്കിൽ ഡെബ്റ്റ്സ് ഇല്ലാത്ത കമ്പനികളാണ് ബെറ്ററായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളത്. പക്ഷേ ഇതെപ്പോഴും എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുള്ള ഒരു കാര്യമാണ്. കാരണം
ഒരു കമ്പനിക്ക് സീറോ ഡെപ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫൈനാൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ കമ്പനിക്ക് സ്വന്തം ഫണ്ടുകൾ മാത്രം അല്ലെങ്കിൽ സ്വന്തം ഫണ്ടുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താനുള്ളൊരു ശേഷിയുള്ളത് കൊണ്ട് മാത്രമാണോ ഈ കമ്പനി കടമെടുക്കാത്തത് എന്നുള്ള ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് ഈ ബാങ്കുകളും അതുപോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പനിക്ക് കടം കൊടുക്കാത്തതാണോ ഈ സീറോ ഡെപ്റ്റ് ആയത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കമ്പനിക്ക് ഭാവി പദ്ധതികളൊന്നും അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷനൊന്നും തുടങ്ങാൻ പദ്ധതി ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത്രയൊരു ഇനീഷ്യേറ്റീവും മോട്ടിവേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഈ ലോങ് ടേം ബോറോയിങ്സ് ഒന്നും ഇല്ലാത്തത് എന്നുള്ള ചോദ്യങ്ങൾ, ഈ 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു ബോറോയിങ്സിൻ്റെ മുകളിലൊരു നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ. പക്ഷേ ജനറലി ഡെപ്റ്റ് കുറഞ്ഞ കമ്പനികൾ, അതല്ല എങ്കിൽ ഡെപ്റ്റ് ഉണ്ടെങ്കിലും ലോങ് ടേം ഡെപ്റ്റ് ഉണ്ടെങ്കിലും അത് ക്രമാതീതമായിട്ട് കുറച്ച് കൊണ്ടുവരുന്ന കമ്പനികളാണ് കമ്പാരിറ്റീവ്ലി ഗുഡ് ആയിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, അതിൻ്റെ മാനേജ്മെൻറ്റ് ഈ കടങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നും കടം വീട്ടുവാൻ വേണ്ട ഇനീഷ്യേറ്റീവ്സ് കമ്പനി എടുക്കുന്നുണ്ട് എന്നുമാണ് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുന്നത്. JK പേപ്പറിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ 2015 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബോറോയിങ്സ് ലോങ് ടേം ബോറോയിങ്സ് 1569.34 രൂപയായിരുന്നു. അത് പിന്നീട് 16 വരുമ്പം കുറഞ്ഞു, 1415 2017 വരുമ്പോൾ 1299 സോ മാനേജ്മെൻറ്റ് കുറച്ചും കൂടി കൺസേൺഡ് ആണ് ഈ ഡെപ്റ്റിലെന്നും കൃത്യസമയത്ത് തന്നെ അത് കൊടുത്തൊഴിവാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ അതർ ഇക്വിറ്റിയിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ആ ഒരു എമൗണ്ടും നമ്മൾ ഈ ബോറോയിങ്സുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് കമ്പനി എത്രമാത്രം സേഫ് സോണിലാണ് എന്നുള്ളൊരു ഇതും കൂടി നമ്മൾക്ക് ആ ഒരു കമ്പാരിസൺ നടത്തിയാൽ നമ്മൾക്ക് ലഭിക്കുന്നതുമാണ് എന്നാണ് എനിക്ക് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്. അപ്പോൾ ഒരു കമ്പനി എവിടെ നിന്നൊക്കെ കടമെടുത്തു എന്നും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നോട്ടിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇവിടെ. ഇതിന് താഴെ നിങ്ങൾ വരികയാണെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ കമ്പനികൾ തൊഴിലാളികൾക്കൊക്കെ കൊടുക്കുന്ന ബെനഫിറ്റ്സ്, ലോങ് ടേമിലേക്കൊക്കെ കൊടുക്കാൻ ഒരു ബെനഫിറ്റ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫണ്ടുകളെയൊക്കെ വകമാറ്റുന്ന ഒരു രീതിയാണ് പ്രൊവിഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ഗ്രാറ്റുവിറ്റിയുടെ രൂപത്തിൽ കമ്പനികൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ലീവ് എൻകാഷ്മെൻറ്റ്, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടി കമ്പനികൾ വകമാറ്റുന്ന സംഖ്യയാണ് ഈ പ്രൊവിഷൻസ്. ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ഹെഡിൽ ഈ പ്രൊവിഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 20 എന്ന ഈ നോട്ടിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ലളിതമായ ഭാഷയിൽ ഇപ്പം ഭാവിയിൽ ഉണ്ടാവാനിരിക്കുന്ന ടാക്സ് ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഭാവിയിൽ ടാക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഒരു പ്രൊവിഷനാണ് കമ്പനികൾ ഇവിടെ ഈ ഒരു സംഖ്യയിൽ കൂടി മാറ്റിവെക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നതെന്നുള്ള ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ നമ്മളുടെ കമ്പനീസ് ആക്റ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്റ്റും ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഞാൻ അധികം കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയും ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണിത്, ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇൻകം ടാക്സ് ആക്റ്റും അതുപോലെ തന്നെ കമ്പനീസ് ആക്റ്റും ഈ ഡിപ്രീസിയേഷനെ കാണുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം 2 രീതിയിലാണ്. അപ്പോൾ ആ വ്യത്യാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എമൗണ്ട് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് ഇത് എന്ന് മാത്രം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ താഴെ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിലേക്ക് വരാം. എന്താണ് കറൻറ്റ് ലയബിലിറ്റീസ്? ഒരു വർഷത്തിനുള്ളിൽ അഥവാ 365 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട, കൊടുത്തൊഴിവാക്കേണ്ട കടങ്ങളാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പം നമുക്കാണെങ്കിൽ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ EMI-ലൊക്കെ വാങ്ങിയാൽ അത് ചെറിയൊരു പീരീഡിലേക്കായിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം 1 ഇയറിനുള്ളിലൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതിന് കറൻറ്റ് ലയബിലിറ്റീസാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ. പക്ഷേ അതേസമയം നമ്മളൊരു വീടെടുക്കാൻ കടമൊക്കെ എടുക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ലോങ് ടേമിലേക്ക് 10-15 വർഷത്തേക്കൊക്കെയാണ് എടുക്കുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോൺ കറൻറ്റ് ലയബിലിറ്റീസാണ്. ഇതാണ് ഇത് 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐറ്റംസൊക്കെ ബോറോയിങ്സ്, ചെറിയ പീരീഡിൽ കൊടുത്ത് തീർക്കേണ്ട ബോറോയിങ്സ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. അതുപോലെ ട്രേഡ് പേയബിൾസ്,
അതർ കറണ്ട് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എംപ്ലോയീസിന് കൊടുക്കേണ്ട ഷോർട്ട് ടേമിലേക്ക് കൊടുത്തു തീർക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെയുള്ള പ്രൊവിഷൻസാണ് ഇവിടെ വക മാറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊവിഷൻസ് എംപ്ലോയീസിന് കൊടുക്കാൻ എത്ര മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഒന്ന്, കമ്പനികൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുന്ന കമ്പനികളാണ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ കടം ബാധ്യതയൊക്കെയുള്ള, ഇപ്പം നമുക്കറിയാം ഇപ്പോഴാണെങ്കിലും ജെറ്റ് എയർവേസിൻ്റെ ഒരു കേസുണ്ട്. അവർ ഇപ്പം എംപ്ലോയീസിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് കടം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് ഈ പ്രൊവിഷൻസിലേക്കൂടിയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് കംസ് വിത്ത് എ സ്റ്റോറി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം. നമ്മൾ അനലിസ്റ്റിൻ്റെ ഒരു രീതിയാണ് എന്തൊക്കെ നമുക്ക് അതിൽ കൂടി അനുമാനിച്ചെടുക്കാം എന്നുള്ളത്. അതിന് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റോളൊന്നുമില്ല ഫൈനാൻസിൽ. അത് എക്സ്പീരിയൻസിലേക്ക് കൂടിയാണ് വരുന്നത്. ഓരോ കമ്പനിയുടെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾക്ക് അനലൈസ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല, ഈ ഫിഗേഴ്സ് മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ്, ഭാവിയിലേക്കുള്ള വളർച്ചയും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഓൾവേസ് കംസ് വിത്ത് എ സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അസറ്റ്സ്, അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ ടോട്ടൽ നമ്മൾ പറഞ്ഞു. നോൺ കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് അസറ്റ്സിൻ്റെയും ടോട്ടലാണ് ഇവിടെ ടോട്ടൽ അസറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ്, ഇത് മൂന്നും കൂട്ടിയാലാണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 3593.86 രൂപയാണ്. ടോട്ടൽ ലയബിലിറ്റീസ്, ഇക്വിറ്റിയും ലയബിലിറ്റീസും നോക്കുകയാണെങ്കിലും 3593.86 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ പോലെ അസറ്റ്സും ലയബിലിറ്റീസും തുല്യമായിട്ട് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അതും എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഞാൻ അശ്വിൻ അലോറ. നന്ദി, നമസ്കാരം.